അമ്മേ എന്താടാ നീ നിന്റെ കുപ്പി അന്വേഷിച്ചു വന്നതാ? ആ കുപ്പി എന്റെ അല്ല അച്ഛന്റെ ഞാൻ തെളിയിച്ചെന്ന് അമ്മയ്ക്ക് വിശ്വാസമാവോ? പിന്നെ നീ അച്ഛന്റെ തലയെ കൊണ്ടുപോയിടാ. അമ്മയ്ക്ക് എന്താണ് ഇത്ര വിശ്വാസം ഇല്ലാത്ത? അമ്മയുടെ കുടിയനായ പുത്രനും ഉണ്ടല്ലോ ഇവിടെ. അമ്മ അമ്മ എന്റെ കൂടെ വന്നാൽ ഞാൻ ഇന്ന് തെളിയിച്ചു തരാം അച്ഛന്റെ ആണ് കുപ്പിന്ന്. കാരണം നീയും കൂടോ, അപ്പൊ നിനക്ക് മനസ്സിലാവും ആരാ ഇവിടുത്തെ കുടിയനായ പുത്രൻ. വാ അമ്മേ. കൈ കഴിഞ്ഞിട്ട് പോടാ. വാ നീ വാ അമ്മ, ഇന്ന് വാ അമ്മ, ഇങ്ങോട്ട് വന്നേ. വാ വാ അമ്മേ. അച്ഛൻ അവിടെ നിപ്പുണ്ട്. കുപ്പി ആരാ വെച്ചാൽ ഞാനിപ്പോ കാണിച്ചു തരാം. നീ വെറുതെ നടക്കാത്ത കാര്യത്തിന് പോണ്ട. നടക്ക് ഓടോന്നൊക്കെ ഞാൻ വന്നിട്ട് വാ. അച്ഛാ എന്തായി മക്കളെ, അമ്മയോട് പോയി പറഞ്ഞോ? ഞാൻ അമ്മയോട് സോറി പറഞ്ഞു. മിടുക്കൻ. എന്നിട്ട് അമ്മ എന്നാ പറഞ്ഞു? അമ്മ പറഞ്ഞു കുഴപ്പമില്ല, ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ സിമ്പിൾ ആണ്, അത്രേ ഉള്ളൂ അമ്മ. ഓ എന്താണെങ്കിലും ഇപ്പൊ ഞാൻ ഇവിടെ ഭയങ്കര കുടിയനുമായി. ഇനി ആർക്കും എന്നെ വിശ്വാസം കാണൂല. എന്റെ ഇവിടുത്തെ വിലയൊക്കെ പോയി. അതങ്ങനെയാടാ മക്കളെ. ഒരിക്കൽ കുടിയനെന്നൊരു പേര് വീണ് കിട്ടിയാ പിന്നെ അത് മരണം വരെ അങ്ങനെ തന്നെ. എന്നല്ല കുപ്പി കൊണ്ടുവച്ച ആളുണ്ടല്ലോ അച്ഛാ, അയാൾ ഒരു കാലത്തും മൂടം പഠിക്കത്തെ. അയ്യോ അങ്ങനൊന്നും പറയല്ലേ. ഇതിനൊക്കെ കാരണം ഒരാളില്ലേ, കാരണം ഒരാള്. ആര്? ആ മുളക്കാത്ത കൊണ്ട് ആ കുപ്പി കയറ്റി വെച്ച ആള്. അയാള് ഒരു കാലത്തും ഗുണം പഠിക്കത്തില്ല. നീ എന്നാ ഞെട്ടുന്നു? അമ്മാവ പ്രാവെന്ന് കേട്ടില്ലേ? അതിന് നിനക്കെന്നാ? എനിക്കൊന്നുമില്ല. അയ്യേ അങ്ങനൊന്നും പറയല്ലേ മക്കളെ. പിന്നെ പറയാതെ പിന്നെ എനിക്ക് അത്രയ്ക്ക് തന്നെ ഉണ്ടാച്ചാ അയാളുടെ തല ഇടുത്തി. അയ്യോ എടാ എന്നതാടാ ഇത്? അയാൾ ആരായാലും അയാൾ ഒരു മനുഷ്യ ജീവിയല്ലേ, ഇങ്ങനെയൊക്കെ പ്രാകാവോ? പിന്നെ പ്രാവത് എനിക്ക് വന്നേ നാണക്കടക്കം. പിന്നെ അച്ഛൻ നിൽക്കോ? മക്കളെ അച്ഛനൊരു കാര്യം പറഞ്ഞ മക്കള് ആരോടും പറയരുത്. എന്ത് കാര്യം? അതെ, ആ കുപ്പി അവിടെ കൊണ്ട് വെച്ചതേ അച്ഛനാടാ. നീ എന്നാ കയ്യും കാലിലും കാണിക്കുന്നു? അല്ല, അത് അച്ഛന്റെ കുപ്പിയാന്ന് പറയാറുന്നു. അത് ഞാനും കേട്ടു. എന്തിനാച്ചാ ആ വള്ളി കൊണ്ട് എന്റെ പടലേക്ക് തന്നത്? നിന്റെ തലയ്ക്ക് ഒന്നുമല്ല. അച്ഛന് രണ്ടെണ്ണം അടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ഉള്ളൊരു വഴി. ഉടങ്ങാനും പോയി അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിന്റെ തള്ളയുണ്ടല്ലോ പൂതന, അവൾ എന്നെ എടുത്ത് കൊടുക്കും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതല്ലേ ഉള്ളു നിവൃത്തി. എന്നാ നീ എന്നോട് ക്ഷമിക്ക്, ഒരബദ്ധം പറ്റിപ്പോയി. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അങ്ങനെ മക്കളെ, മക്കള് തെറ്റൊന്നും ചെയ്തില്ല. അമ്മ ഇങ്ങോട്ട് കേറി വാ. അമ്മേ ഇവിടെ എന്തുവാടാ കുടിയാ? ഇങ്ങനെ കുടിക്കാവോ നീ? നാണമില്ലല്ലോ മനുഷ്യ, സ്വന്തം മകനെ കുടിക്കാരനാക്കി കാണിക്കാൻ വേണ്ടിട്ട്. നീ എന്നോട് പറഞ്ഞേ ഞാൻ കുടിയനാന്നാ? ഞാൻ കുടിയനല്ല. കുടിയനായ അച്ഛന്റെ ഒരു കുടിക്കാത്ത പാവം മോനാണ് ഞാൻ. മോൻ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇല്ലല്ലോ അച്ഛാ. എന്ത് പറ്റി? ഞാനല്ലേ കുപ്പി കൊണ്ടുവച്ചേ? അച്ഛാ എന്താടി? അച്ഛാ എന്താ പെണ്ണെ? അച്ഛൻ എന്തിനാ കുപ്പി കൊണ്ടുവച്ചെന്ന് പറഞ്ഞേ? ഞാൻ അവിടെ കൊണ്ട് വച്ചോണ്ട്. അച്ഛൻ ഞാനാണോ കുപ്പി കൊണ്ടുവച്ചത്? പോയേ. അച്ഛൻ സത്യമായിട്ട് ഞാനാണ് ആ കുപ്പി കൊണ്ടുവച്ചത്. ഓ അനിയനെ പോലെ നീ നാടകം കളിക്കുക അല്ലേ? നാടകം കളിക്കേ? പിന്നെന്താ, മോണോ ആക്ടാ? അച്ഛാ അന്ന് ഞാൻ അറിയാതെ ബേറ് ഓടിച്ചാരി അവനോടൊന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നെ കുടിയെത്തിയാക്കിയില്ലേ? കുടിയെത്തിയാക്കി. ആ അതിനുള്ള പ്രതികാരമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നീ എന്ത് ചെയ്തു? ഞാൻ അവനെ കുടിയനാക്കി കാണിക്കാൻ വേണ്ടി കുപ്പിയിൽ കട്ടൻ ചായ ഒഴിച്ച് അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് അമ്മേനെ വിളിച്ച് കാണിച്ചു കൊടുത്തു അവനാ ചെയ്തേന്ന് പറഞ്ഞു. ഭയങ്കരി. എന്നാൽ അച്ഛൻ എന്തിനാണ് കുറ്റസമ്മതം നടത്തിയത്? നിനക്ക് ഞാൻ പറഞ്ഞു തരാടി.
നിൽക്കാൻ. ഡേയ്. അച്ഛനേതാ കുപ്പി? നിന്റെ തന്തയുടെ കുപ്പി പടി